वक्रतुण्डमहाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। ഭരണപരമായ സർവ്വതിന്മകളും അതുപോലെ തന്നെ വ്യക്തിജമായ സർവ്വതിന്മകളും ബന്ധപരമായ സർവ്വതിന്മകളും എപ്രകാരം കൂടിച്ചേർന്ന് ഒരു ഭരണാധിപനിൽ പ്രവർത്തിക്കും എന്നതിൻ്റെ ഉടലെടുത്ത രൂപമാണ് വേനൻ. അപ്പോൾ ഒരു ചോദ്യം വരാം. ആ ചോദ്യം അങ്ങനെ ഒരു മനുഷ്യനുണ്ടാകുമോ എന്നതാണ്. ആരോടും ഒരു താല്പര്യവുമില്ലാതെ, ആരുടെ നേരെയും ഒരു സ്നേഹം കാണിക്കാതെ, ഒരു സേവന മനസ്ഥിതിയുമില്ലാതെ, തൻ്റെ ആളുകളോട് പോലും ഏതെങ്കിലും തരത്തിലുള്ള മമതാബന്ധം പുലർത്താതെ സഹജമായ ചില ദൗർബല്യങ്ങൾ മനുഷ്യനുണ്ടാവുക സ്വാഭാവികമാണ്. അത് ഇദ്ദേഹത്തിനുണ്ടായിരുന്നില്ലേ? അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് തൻ്റെ പ്രവർത്തികളെ ചോദ്യം ചെയ്ത എല്ലാവരെയും ബന്ധുക്കളെയും ആട്ടിപ്പുറത്താക്കിയ ആളാണ്. അപ്പോൾ അത് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇപ്രകാരം ഒരാൾ ജനിക്കുക എന്നത് സാധ്യമോ? സാർ, ഈ വേനന് കുടുംബജീവിതമില്ലായിരുന്നു, ഭാര്യയെ പറ്റിയൊന്നും പറയുന്നില്ല. അവരെല്ലാം ഒന്നുമില്ല. പിന്നെ ഇത് ചക്രവർത്തി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനുള്ള സ്ത്രീകളെല്ലാം അവിടെ വന്നു പോകും. അതെ, അങ്ങനെ എന്നുള്ളതല്ലാതെ അദ്ദേഹം ആരോടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൃതജ്ഞത, ഒരു സൗമ്യത, ഒരു സൗമനസ്യം, ഒരു ചിത്തൈകാഗ്ര്യം അദ്ദേഹത്തിന് ആരോടും ഉണ്ടായിരുന്നില്ല. ദൈവം തന്നെ ഇത്തരം ഒരു സ്വഭാവം ആധുനിക മനഃശാസ്ത്രത്തിൽ പോലും കാണില്ല. മസോക്കിസം ഉണ്ട് എന്നുള്ളതല്ല. ഇതേപോലുള്ള ടൈപ്പ് ആളുകളുണ്ട്. ആരോടും ഒരു താല്പര്യമില്ലാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവർ ധാരാളം ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അവരൊന്നും ഇങ്ങനെ ഉപദ്രവകാരികളല്ല എന്നുള്ളത്. മസോക്കിസം വേറെയാണ്, സ്വയം പീഡനം. പിന്നെ അന്യപീഡനം ഉണ്ടല്ലോ, അത് സാഡിസം. മസോക്കിസം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പുതിയ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണമെന്ന് കുട്ടി പറഞ്ഞു, എന്നിട്ട് വാങ്ങിച്ചു കൊടുത്തില്ല. അത് നാളെ ആവട്ടെ, നാളെ ഒഴിവ് ദിവസമാണല്ലോ, നാളെ വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ അവൻ തന്നെ തരണിക്കും. അപ്പോൾ അവനെ പീഡിപ്പിക്കാൻ വേണ്ടിയല്ല, ഇവരെ ഇടിക്കാൻ അവന് സാധിക്കാത്തത് കൊണ്ട് അവൻ സ്വയം, അതാണ് മസോക്കിസം. അത് മറ്റേ അങ്ങനെ ഒരു 3 തരം മാനസികമായ പ്രവണതകളെക്കുറിച്ച് ഫ്രോയിഡ് ഈ സ്ത്രീകളൊക്കെ നെഞ്ചത്തടിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. ഇത് കൂട്ടത്തിലൊന്നും വരുന്നില്ല. അത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് അതിനകത്ത് എന്ന ഫ്രോയിഡിൻ്റെ കൃതിയിലാണ് അത് പറയുന്നത്. പിന്നെ എന്നുള്ളത് സാഡിസമാണ്, മറ്റുള്ളവരെ രസിക്കുക. ഇപ്പോൾ കുട്ടി മുറ്റത്ത് നിന്ന് കളിക്കുന്നു, അപ്പോൾ അങ്ങോട്ട് വന്ന ഒരു സന്ദർശകൻ കുട്ടിയുടെ ചെവി കുടിച്ചൊന്ന് ഉള്ളിട്ട് അവനെ കരയിപ്പിക്കുക. അപ്പോൾ അത് ഈ സാഡിസത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു രൂപമാണ്. അവർക്ക് അതിൽ നിന്ന് ആനന്ദം കിട്ടും. അവർക്കൊരു രസം, കുട്ടി കരയുന്നത് കാണുമ്പോഴുള്ള രസം. അല്ലെങ്കിൽ കണ്ണുമിഴിച്ച് പഠിപ്പിക്കുക. ഇത് കിള്ളി പഠിപ്പിച്ചാൽ വീട്ടുകാരെന്തെങ്കിലും പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കണ്ണുരുട്ടി കാണിച്ച് എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പേടിപ്പിച്ചാൽ അവർക്കൊരു സുഖം വരുള്ളൂ. അതിൻ്റെ കൂടിയ രൂപമാണ് സാഡിസം. സാഡിസം പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ അത് രോഗമായി. മറ്റേത് ന്യൂറോസിസ് ആണ്, ഞരമ്പ് രോഗമാണ്. അതിൻ്റെ തുടക്കത്തിൽ മരുന്ന് കൊടുത്താൽ മാറുന്നതാണതേ. മരുന്ന് കൊടുത്താൽ മാറുന്ന ഒരു അസുഖമാണത്. പിന്നീട് അത് പോയി സൈക്കോസിസ് ആയിട്ട് വരും. അതാണ് കൊലയിലൊക്കെ ചെന്ന് അവസാനിക്കുന്നത്. കാസനോവയാണ് അതിന് ഏറ്റവും പിന്നെ എടുത്തു കാണിക്കാവുന്ന ഉദാഹരണം. അദ്ദേഹത്തിൻ്റെ ആത്മകഥ അദ്ദേഹം എഴുതിയത് 4000 പേജുകളാണ്. ജയിലിൽ കിടന്നാണ് എഴുതിയത്. 4000 പേജുകളുള്ള ആത്മകഥ. അത് പ്രസിദ്ധീകരിച്ച കാലത്ത്, ഇപ്പോഴും അത് പ്രസിദ്ധീകരിച്ച കാലത്ത് ആളുകൾ താഴത്ത് വയ്ക്കാതെ വായിച്ചു കൊണ്ടിരുന്നു എന്നതാണ്. അദ്ദേഹത്തെ വെറുതെ വിടാൻ പോലും ആലോചന വന്നു. ഈ കാസനോവയെ
അപ്പോൾ അങ്ങനത്തെ ഒരു പീഡകനായിരുന്നു. അതാണ് ഈ സാരിസത്തിൻ്റെ പരമകാഷ്ഠ. ജീവിച്ചിരുന്നയാളാണ് സാരിസത്തിൻ്റെ പരമകാഷ്ഠ. അദ്ദേഹം സ്ത്രീകളെ ഉപദ്രവിച്ചിട്ട്, സ്ത്രീകളെ പീഡിപ്പിച്ചിട്ട് ഈ അവരുടെ കഴുത്ത് കടിച്ചു പൊട്ടി. ഇങ്ങനെ ഒരു 4-5 ആവർത്തിച്ചപ്പോഴാണ് പോലീസുകാർ അങ്ങനെ കാണുന്നിടത്തെല്ലാം ഇദ്ദേഹമാണ് ഉപദ്രവിച്ചിരിക്കുന്നതെങ്കിൽ ഈ കഴുത്ത് കടിച്ചു പൊടിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇയാളെ പിടിക്കുന്നത്. ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ മഹാബുദ്ധിമാനായ കുറ്റവാളിയായിരുന്നു അദ്ദേഹം, പിടിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതാണ് കാസനോവ. അപ്പോൾ അങ്ങനെ സാഡിസം, അന്യന്മാരെ ഉപദ്രവിക്കുന്ന മനോഭാവം, പിന്നീട് മൂത്തതെല്ലാം മനോരോഗമായിട്ട് മാറും ഇതെല്ലാം. പിന്നെ ഒന്നുള്ളത് മനുഷ്യൻ്റെ വേറൊരു പ്രവണത പിഗ്മാലിയനിസമാണ്. പിഗ്മാലിയൻ എന്നത് അസാധാരണ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു ഗ്രീസിലെ. അത് അവിടുത്തെ ഒരു പ്രശസ്തനായ ശില്പി അവരുടെ രൂപം നിർമ്മിച്ചു. നേരിട്ട് കണ്ടിട്ടില്ല അവരെക്കുറിച്ച് ഇങ്ങനെ കവികളും മറ്റ് കഥാകാരന്മാരും ഒക്കെ വർണ്ണിച്ചിട്ടുള്ളത് കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ നിർമ്മിച്ചിട്ട് ഇദ്ദേഹം ഒടുവിൽ ഈ പ്രതിമയുടെ കാമുകനായിട്ട്. അപ്പോൾ ഈ ചിത്രങ്ങളോടും ശില്പങ്ങളോടുമൊക്കെ അത് കാണാനുള്ള അമിതമായ ആവേശം കാണിക്കുന്നവരുടെ മാനസിക ഘടനയ്ക്ക് അദ്ദേഹം ഇട്ട പേരാണ് പിഗ്മാലിയനിസം. ഇങ്ങനെ പ്രധാനമായിട്ട് 3 പ്രവണതകൾ കാണാം. അതിൽപ്പെടുന്നതല്ല നമ്മുടെ വേനൻ്റെ പ്രശ്നം. വേനനല്ല അതിലൊന്നും. വേനനെ അങ്ങനത്തെ ഒരു പ്രത്യേക ക്ലാസിഫിക്കേഷനിൽ, ഒരു പ്രത്യേക കക്ഷ്യയിൽ കൊണ്ടുവന്ന് നിർത്താൻ സാധ്യമല്ല. അങ്ങനെയുള്ള മനോരോഗങ്ങളൊന്നും ഇല്ല. അത് നമ്മൾ ആ വഴിക്ക് ആലോചിക്കുമ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ യമൻ്റെ കൊച്ചുമകനാണല്ലോ, യമൻ്റെ പേരക്കുട്ടിയാണല്ലോ. അപ്പോൾ യമൻ്റെ ചില സവിശേഷതകൾ ഇദ്ദേഹത്തിന് വരാം എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും. പക്ഷെ ശരിയല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു എന്ന് മാത്രമുള്ളൂ. അപ്പോൾ സ്വധർമാനുഷ്ഠാനം, ഈ പിന്നെ ഒരു വ്യാധൻ്റെ കഥയില്ലേ മഹാഭാരതം, അവിടെ ആ വ്യാധൻ്റെ കഥയിൽ ഈ പിന്നെ മൃഗങ്ങളെ കൊന്ന് മുറിച്ച് തൂക്കി വിറ്റതിന് ശേഷം അദ്ദേഹം അവിടെ തന്നെ ശാന്തിയെയും സമാധാനത്തെയും ഉപനിഷത്തിൻ്റെ സാരത്തെയും കുറിച്ച് പ്രഭാഷണം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തൊഴിലാണ്, നിസ്സംഗനായിട്ട് ചെയ്യാണ്. അത്രേ ഉള്ളൂ. പിന്നെ ആളുകൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വലിയ ഋഷിമാരൊക്കെ ഏതെങ്കിലും വലിയ വേദാന്തപരമായ പ്രശ്നത്തെക്കുറിച്ച്, അദ്വൈതത്തിൻ്റെ പ്രശ്നത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അതിഭൗതികവാദത്തിൻ്റെ പ്രശ്നത്തെക്കുറിച്ചൊക്കെ സംശയം വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് ഈ സംശയം വരുത്തുന്നത്. അപ്പോൾ ഒരു ബ്രാഹ്മണൻ ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ വീട്ടമ്മ പറഞ്ഞു, അങ്ങ് കുറച്ചു നേരം നിൽക്ക്, അത് കഴിഞ്ഞിട്ട് ഭിക്ഷ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല, കാത്തു നിൽക്കാൻ പറഞ്ഞത്. എങ്കിലും കാത്തു നിന്ന് 2 വർത്തമാനം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ് ഇദ്ദേഹം കാത്തു നിന്നത്. അപ്പോൾ അവർ ഭർത്താവിന് ഊണ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഭർത്താവ് ഉണ്ട് കഴിഞ്ഞ് അവർ വന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ അങ്ങേക്ക് ഊണ് കഴിക്കാനുള്ള സമയമായി. പറഞ്ഞു, എനിക്ക് വേണ്ട, അതിഥിയെ പിന്നെ വീട്ടിൽ വന്ന് ഈശ്വരനെ പോലെ കണക്കാക്കേണ്ടതാണ്. അപ്പോൾ പറഞ്ഞു, ഞാനിവിടെ ഈശ്വരനെ പോലെ കണക്കാക്കുന്ന ഒരാളുണ്ട്, ആ ആളിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഭർത്താവിനാണ്. അല്ല, ഭർത്താവിനേക്കാൾ വലുതല്ലേ അതിഥി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങേക്ക് അത് അറിഞ്ഞുകൂടെങ്കിൽ അത് പറഞ്ഞു തരാൻ ഞാൻ ശക്തനല്ല. അങ്ങ് ഇവിടെ വിപണിയിൽ ചെന്നിട്ട് അവിടെ ഒരു മാംസം മുറിച്ച് വിൽക്കുന്ന അത് തൊഴിലായ ഒരു വ്യാധനുണ്ട്, ആ വ്യാധനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും എന്താണ് പദ്യശുശ്രൂഷയുടെ മഹത്വം എന്ന്. അപ്പം അങ്ങനെ ഈ ബ്രാഹ്മണൻ പോയി ഇദ്ദേഹത്തിൻ്റെ ചെല്ലുന്നത് അഹങ്കാരത്തോടുകൂടിയാണെങ്കിലും മറുപടി പറഞ്ഞ് മറുപടിയിൽ തൃപ്തനായി ബ്രാഹ്മണൻ ഈ വ്യാധൻ്റെ ശിഷ്യനായിട്ട് മടങ്ങുന്നതാണ് ആ കഥ. അപ്പോൾ അതുപോലെ ഇവിടെ യമധർമ്മൻ ചെയ്യുന്നത്, യമധർമ്മനെ പ്രപഞ്ചം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ധർമാനുഷ്ഠാനമാണ്. അത് അദ്ദേഹത്തിന് ചെയ്യാതിരിക്കാൻ വയ്യ. നേരത്തെ മറ്റേ പിങ്കളകേശിനിയായ മൃത്യുവിനെക്കുറിച്ച് പറഞ്ഞല്ലോ. മൃത്യു ബ്രഹ്മാവിനോട് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് അങ്ങ് എന്നെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയത് എന്ന് ചോദിച്ചു.
അപ്പോൾ പറഞ്ഞു ധാരാളം ആളുകൾ പ്രായമായിരിക്കുന്നു. അപ്പോൾ പ്രായമായിരിക്കുന്ന ആളുകൾക്ക് മരണമില്ല. അപ്പോൾ അവർ ഭൂമിയിൽ നിന്ന് അവരുടെ പഞ്ചഭൂതങ്ങളും സൂക്ഷ്മ പഞ്ചഭൂതങ്ങളും സ്ഥൂല പഞ്ചഭൂതങ്ങളും പഞ്ചപ്രാണങ്ങളും വിഭേദിച്ച് അത് അതിൻ്റേതായ മൂലകങ്ങളിൽ ചെന്ന് ചേരേണ്ടതാണ്. അതിന് സൗകര്യമില്ല. നീ അതിന് കാരണക്കാരിയാവണം. അതിനു വേണ്ടിയാണ് നിന്നെ ഞാൻ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് വളരെ ക്രൂരമായ കൃത്യം. അവിടെ ഇടിയും നിലവിളിയും പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടാകും. അതൊരു സ്ത്രീയായ സ്ഥിതിക്ക് എനിക്കത് കണ്ടു നിൽക്കാൻ വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ആരെങ്കിലും സഹായികൾ എനിക്ക് ആവശ്യമുണ്ട്. അങ്ങനെ സഹായികൾ തരാമല്ലോ. അപഥ്യഭക്ഷണം കഴിക്കുക എന്ന ഒരു സഹായിയെ തരാം. നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ മരിക്കാനുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിക്കാനുള്ള ഭക്ഷണമല്ല കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായ സമയത്ത് കഴിക്കുക, അനാവശ്യമായി കഴിക്കുക, പകുതി ദഹിച്ചതിന് ശേഷം കഴിക്കുക, സമയമില്ലാത്ത സമയത്ത് കഴിക്കുക, അർദ്ധരാത്രിക്ക് ഭക്ഷണം കഴിക്കുക, പാകം ചെയ്തിട്ട് 90 നാഴി കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് കഴിക്കുന്നതെല്ലാം കുഞ്ഞു കുഞ്ഞു മരണങ്ങളായിട്ടാണ് അകത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ അഭക്ഷ്യഭക്ഷണം, അസമയത്തുള്ള ഭക്ഷണം, ഇതുമൂലമുണ്ടാകുന്ന അനവധി രോഗങ്ങളുടെ അകമ്പടി, രോഗങ്ങളുടെ ഒരു സൈന്യത്തെയും തരാം. ഇതാ പോരെ, ധാരാളം. അങ്ങനെയാണ് മൃത്യു കയറി ഇമാതിരി കാണിക്കുന്നവർക്കെല്ലാം വല്ലാതെ രോഗങ്ങൾ ബാധിച്ച് കിടന്ന് വിഷമിച്ച് നരകിച്ച് ആളുകളിങ്ങനെ മരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ മരണം ആവിർഭവിക്കുന്നത്. അപ്പോൾ മരണം സമൂഹത്തിൻ്റെ അനിവാര്യമായ ഒരാവശ്യമെന്നുള്ള നിലയിലാണ് ഉണ്ടായ കാലത്ത്, ജനിച്ച കാലത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ മരണം, അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്, തസ്മാത് അപരിഹാര്യർത്ഥേ നത്വം ശോചിതുമർഹസി. ഒരു ഭീഷ്മരെ കൊല്ലണം, ആചാര്യനായ ദ്രോണരെ കൊല്ലണം. ഞങ്ങൾ അച്ഛനെ പോലെ വിചാരിച്ചിരുന്ന ചെറുപ്പകാലത്ത് എല്ലാവരും, ഈ പാണ്ഡവന്മാരെല്ലാവരും ഭീഷ്മരെ അച്ഛനാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതെ, അദ്ദേഹമാണ് അച്ഛൻ എന്ന് തെറ്റിദ്ധരിച്ചിട്ട്. അച്ഛനെ കണ്ടിട്ടില്ല, വളർത്തച്ഛനായിരുന്നു. വളർത്തച്ഛനായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെ താരാട്ടുപാടി ഉറക്കിത്തന്ന ഞങ്ങളുടെ മുത്തച്ഛനെ കൊല്ലണം. പിന്നെ കൃപാചാര്യനെ, ആദ്യത്തെ ഇതിൻ്റെ എല്ലാം ഹരിശ്രീ പഠിപ്പിച്ച കൃപാചാര്യനെ കൊല്ലണം. ഇങ്ങനെ അനേകം ആളുകളെ, ജ്ഞാതികളെയും പരിചയക്കാരെയും ബന്ധുക്കളെയും രക്തബന്ധത്തിൽപ്പെട്ടവരെയും മാനിക്കേണ്ടവരെയും ആദരിക്കേണ്ടവരെയും എല്ലാം കൊല്ലണം. അത് വയ്യ. അതും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് രാജ്യം കിട്ടുന്നതിന് വേണ്ടി. കൃഷ്ണൻ്റെ പ്രശ്നം ഇതല്ല, ഇവർക്ക് രാജ്യം കിട്ടണമെന്നുള്ളതല്ല. നമുക്ക് തോന്നും ഇവർക്ക് രാജ്യം കിട്ടാനാണ് കൃഷ്ണൻ ജനിക്കുന്നത്. രാജ്യത്തിൽ നിന്ന് അധർമ്മം പോകണം, ശിഷ്ടന്മാർക്ക് സുഖമായി ജീവിക്കണം. ഇതാണ് കൃഷ്ണൻ്റെ ലക്ഷ്യം. അല്ലാണ്ട് ഇവർക്ക് രാജ്യം കിട്ടണമെന്ന് തോന്നത്തക്ക വിധത്തിൽ അദ്ദേഹം പെരുമാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അവർക്കൊരു പ്രചോദനത്തിന് വേണ്ടി അങ്ങനെ പെരുമാറുന്നതാണ്. അല്ലാണ്ട് അർജുനൻ പോയതുകൊണ്ട് യുദ്ധം നടക്കാതിരിക്കാൻ പോകുന്നില്ല. അപ്പോഴാണ് പറഞ്ഞത് മരണം എന്നത് അനിവാര്യമായ അപരിഹാര്യമാണ്. ആരും മരിക്കുന്നില്ല, ആരും ജനിക്കുന്നില്ല, ഒരു സംഭവമാണ്. അതുകൊണ്ട് ജനിച്ചതെല്ലാം രൂപം മാറി അത് ഇല്ലാതെയായിക്കൊള്ളും. അത് നീ വിചാരിച്ച പരിഹാരമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ നീ വിചാരിച്ചാൽ പരിഹാരമുള്ള കാര്യം നീ വിചാരിച്ച് മാറ്റിയില്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിനക്ക് കുറ്റമുണ്ട്. ഇത് നീ വിചാരിച്ചാൽ പരിഹാരമില്ലാത്ത കാര്യത്തിന്, ഇതിപ്പോൾ ഇവിടെ ഭീഷ്മരുടെ കാര്യം പറയുന്നു. വേറെ ഒരു സ്ഥലത്ത് ശകദ്വീപിൽ ആളുകൾ മരിക്കുന്നതിന് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നീ വിചാരിച്ചാൽ പരിഹാരമില്ലാത്തതാണ്. പരിഹാരമില്ലാത്ത ഒരു കാര്യം നടത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കരയുന്നത് പോലെ മൗഢ്യം മറ്റൊന്നില്ല. അതുകൊണ്ട് നാളെ മരിക്കാനുള്ളത് ഇന്ന് മരിക്കും എന്നുള്ളത് മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ. അതും ധർമ്മത്തിന് വേണ്ടിയുള്ളതാണ്. ഇവരെല്ലാവരും അധർമ്മത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു. അതുകൊണ്ട് അവരെ യുദ്ധത്തിൽ നിഹനിക്കുന്നതിൽ ഒരു തരത്തിലുള്ള പാപകൃത്യവും അടങ്ങിയിരിക്കുന്നില്ലെന്ന് മാത്രമല്ല, നീ അവരുടെ പേരക്കുട്ടിയാണെന്നും ശിഷ്യനാണെന്നും അവർ വിചാരിക്കാത്തിടത്തോളം അതെ
നീ എന്തിനാണ് അതിൽ കെട്ടിത്തൂങ്ങിക്കിടന്ന് മരിക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഉത്തിഷ്ഠ, എഴുന്നേൽക്കുക. യുദ്ധസ്വ ഭരതർഷഭ, എഴുന്നേറ്റ് നീ നിൻ്റെ കൃത്യമായ കൃത്യമായ യുദ്ധത്തിൽ ആമഗ്നനാവുക എന്ന് പറയും. ഇവിടെ കാലൻ ചെയ്യുന്നത് കാലനെ ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം ശക്തി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യത്തിൻ്റെ നിർവഹണമാണ്. അതിൽ കാലന് പാപമില്ല. പാപമില്ലാത്തടത്തോളം അത് മറ്റാർക്കെങ്കിലും ദോഷമുണ്ടാക്കുന്ന ഒരു കൃത്യവുമല്ല. അതുകൊണ്ട് ഈ അപണ്ഡിതന്മാരായ ആളുകൾക്ക് ദുഃഖമുണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ. അപണ്ഡിതന്മാർക്കാണ് ദുഃഖം. ചെയ്യുന്നത് കടുങ്കയ്യാണ്. നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരാളെ അല്ലേ കൊണ്ടുപോകുന്നത്. അത് നിൽക്കുന്നയാളിന് തോന്നുന്ന തോന്നലാണ്. ആ തോന്നൽ തന്നെ ഒരു 2-3 തലമുറ വീട്ടിലിരിക്കുകയാണെങ്കിൽ ആ തോന്നൽ നമ്മൾ തന്നെ കൊല്ലാൻ ഇറങ്ങി പുറപ്പെടേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പോൾ അതുകൊണ്ട് തൻ്റെ മുത്തശ്ശൻ്റെ സ്വഭാവത്തിൻ്റെ ഒരംശം കലർന്നു എന്ന് പറയാനൊക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ധർമ്മം താൻ മരിച്ചും പ്രജാപരിപാലനം ചെയ്യുക എന്നതാണ് വേണ്ട ധർമ്മം. അയാൾ ആ ധർമ്മം ചെയ്താൽ മതി. അയാളത് ചെയ്യുന്നില്ല. അപ്പോൾ തൻ്റെ ധർമ്മത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറി നിൽക്കുകയും അദ്ദേഹം ചെയ്യരുതാത്ത പിശാചുക്കളും രാക്ഷസന്മാരും അസുരന്മാരും ചെയ്യേണ്ടുന്ന കർമ്മം അദ്ദേഹം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഒരാളെ ഒരു ലോകത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒരു ജനങ്ങളുടെ നേതാവായും ഭരണകർത്താവായും വെച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അബദ്ധം അല്ലെങ്കിൽ മൗഢ്യം വേറെയില്ല. അങ്ങനെ പൃഥു ചക്രവർത്തി ഇനി എന്താണ് തൻ്റെ കൃത്യം എന്ന് അദ്ദേഹം മഹർഷിമാരോട് ചോദിച്ചു. ഞാൻ ജനിച്ചുവല്ലോ, ഇനിയിപ്പോൾ എന്താണ് നിങ്ങളെല്ലാവരും കൂടി എന്നെ ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യം? എന്ത് ദൗത്യമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിർവഹിക്കേണ്ടത്? അപ്പോഴവർ പറഞ്ഞു, മരീചി പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഒരു ദൗത്യവും നീ നിർവഹിക്കേണ്ടതില്ല. പ്രജകളെ സംരക്ഷിക്കണം. പല തട്ടുകളിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ഹീനകൃത്യങ്ങളിൽ സന്തോഷത്തോടുകൂടി വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്ന, നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ചിലപ്പോൾ ഒരു പാപകൃത്യം ചെയ്തു എന്ന് വരാം. അങ്ങനെയല്ല ഇത്. പാപകൃത്യം ചെയ്യുന്നതിൽ സന്തോഷിക്കുന്ന ഈ ആളുകളെ എല്ലാവരെയും ധർമ്മത്തിൻ്റെ പാഠങ്ങളിലൂടെ നീ ഏകമനസ്സാക്കി ചിത്തരാക്കി അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ സദാചാരനിരതരാക്കുകയും മാനവധർമ്മത്തിൻ്റെ അനുഷ്ഠേതാക്കളാക്കുകയും വേണം. മാനവധർമ്മമാണ് എല്ലാത്തിനും പ്രധാനം. ഇപ്പോൾ ഒരു മൃഗത്തെ നമുക്ക് തല്ലിക്കൊല്ലാം, അതിൻ്റെ മാംസം എടുത്ത് മാംസം ഭക്ഷിക്കുന്നവർക്ക് അത് കഴിക്കുകയും ചെയ്യാം. പക്ഷെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് മാ ഹിംസീത്, ഹിംസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഹിംസിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് ഇന്നതിനെയൊന്നുമില്ല, ഒന്നിനെയും മനുഷ്യൻ ഹിംസിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ വേദ പ്രോക്തമായ മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ അനുശാസനത്തിൻ്റെ അല്ലെങ്കിൽ ഉപദേശത്തിൻ്റെ നഗ്നമായ ലംഘനമായി മാറും. അതുകൊണ്ടുണ്ടാകുന്ന പാപം. ഇത് കണ്ടറിഞ്ഞ ആളുകൾ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന അതിരഹസ്യമായ നിഗൂഢമായ രഹസ്യം കണ്ടെത്തിയിട്ട് അതനുസരിച്ച് ജീവിച്ചാലാണ് ധാർമ്മിക ജീവിതമാകുന്നത് എന്ന് ഉപദേശിച്ച ആളുകൾ കണ്ടെത്തിയ ഏറ്റവും വലിയ സാമൂഹികമായ ഒരു ശാസ്ത്രീയ സത്യത്തെ ആസ്പദമാക്കിയാണ് മാ ഹിംസീത്, ഹിംസിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് വേദവാക്യത്തിൻ്റെ, വേദാനുശാസനത്തിൻ്റെ, വേദപ്രോക്തത്തിൻ്റെ ലംഘനമായിട്ട് വരും. അത് മാനവധർമ്മത്തിൽപ്പെട്ടതാണ്. ഇതേ സമയത്ത് ഒരു മൃഗത്തിനെ നമ്മളെ ഹിംസിക്കാം. ഇപ്പോൾ വെറുതെ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു പശു നമ്മളടുത്തോട്ട് പോയപ്പോൾ ഓടി വന്നൊരു കുത്തു തന്നു. അതിൻ്റെ പേരിൽ പശുവിന് പാപമൊന്നുമില്ല. കാരണം പശുവിന് വിവേകമില്ല, ജ്ഞാനശക്തിയില്ല. അപ്പോൾ അത് പേടിച്ചിട്ട് വന്ന് കുത്തിയതാണ്. അതിനെ ഉപദ്രവിക്കുമെന്നോ മറ്റോ തോന്നിയിട്ട് ഓടി വന്ന് കുത്തിയതാണ്. അപ്പോൾ കുത്തിയ ആ പശുവിനെ അങ്ങോട്ട് ഉപദ്രവിക്കാതെ അത് പശുവായതുകൊണ്ട്
അത് കുത്തിയതാണ് എന്ന് വിചാരിച്ച് പശുവിനെ പരിപാലിക്കേണ്ട സമയത്ത് ആ പശുവിനെ പരിപാലിക്കുക തന്നെയാണ് നമ്മുടെ കൃത്യം. അതാണ് മാനവധർമ്മം. അപ്പോൾ ഈ മാനവധർമ്മം മൃഗങ്ങളോടും സസ്യങ്ങളോടും മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടുന്നതാണ്. പിന്നെ മനുഷ്യർ തമ്മിൽ അനുഷ്ഠിക്കേണ്ടുന്ന ധർമ്മങ്ങളുണ്ട്. അതൊന്നും മാനവധർമ്മത്തിന് ഇപ്പം ശിക്ഷ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ശിക്ഷ മാനവധർമ്മത്തിനെതിരാവാൻ പാടില്ല. മാനവധർമ്മത്തിന് അനുകൂലമായി മാത്രമേ ശിക്ഷ കൊടുക്കാവൂ. മാനവധർമ്മത്തെ അതിക്രമിക്കുന്ന ശിക്ഷ കൊടുക്കാൻ പാടില്ല. കൊടുത്ത ശിക്ഷ മാനവധർമ്മത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതായിരിക്കണം. അപ്പോൾ മാനവധർമ്മത്തെ ഒരിക്കലും അതിക്രമിക്കാൻ പാടില്ലാത്തതുകൊണ്ട് മാനവധർമ്മം അനുശാസിക്കുന്ന തരത്തിലുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അതിൽ ഓരോന്നിനെയും സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും അവരവരുടേതായ ധർമ്മം എന്താണ്, സ്വധർമ്മം എന്താണ് എന്ന് വിവേചിച്ചു പറഞ്ഞിട്ടുണ്ട്. സാർ, ഈ മാഹിംസി എന്ന് പറയുന്നത് വിശാലമായ അർത്ഥത്തിലല്ലേ അങ്ങനെ പറയുന്നത്? അതായത് കൊല്ലരുത് എന്നുണ്ട്, ഒരു ജീവൻ എടുക്കരുത് എന്നുള്ളത് മാത്രമല്ലല്ലോ, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, ഹിംസിക്കരുത് എന്നുള്ള അർത്ഥം കൂടെ വരുന്നില്ലേ? ഹിംസിക്കുക എന്ന് വെച്ചാൽ കൊല്ലുക എന്നാണ് അർത്ഥം, പ്രധാനമായ അർത്ഥം. അല്ല, പൊതുവെ പറയുമ്പോഴ ആ ഒരു വലിയ വിശാലമായ അർത്ഥത്തിൽ കൊല്ലുക എന്നാണ് അർത്ഥം. ഉപദ്രവിക്കാതിരിക്കുക, പരോപദ്രവം ചെയ്യാതിരിക്കുക, അങ്ങനെയും കൂടെ അങ്ങനെയും കൂടെ അർത്ഥം വരും. അത് വരും. മാനവധർമ്മത്തിന് അനുസൃതമായി മാത്രമേ രാജാവ് ശിക്ഷിക്കുമ്പോൾ ശിക്ഷിക്കാവൂ. അതനുസരിച്ചാണ് ധർമ്മസംഹിത ഋഷിമാരുണ്ടാക്കി വച്ചിരിക്കുന്നത്. ഈ ധർമ്മസംഹിത ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഋഷിമാർക്ക് അങ്ങനെ വരാം. ചിലപ്പോൾ നിയമം നിർമ്മിക്കാൻ പറയുമ്പോൾ ആ നിയമം നിർമ്മിക്കുന്ന സമിതി അവരുടെ സമുദായത്തിൻ്റെ കാര്യത്തിൽ ചില സൗജന്യം ലാഭങ്ങൾ, ചില പഴുതുകൾ അതിനകത്ത് ഉണ്ടാക്കി വയ്ക്കും. ഇപ്പോൾ ഋഷിമാർക്ക് അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദ്യം വരാം. ഋഷിമാർക്ക് സ്വന്തമായ ആവശ്യങ്ങളില്ല. അതുകൊണ്ടാണ് അവർ കാട്ടിൽ പോയി താമസിക്കുന്നത്. പിന്നെ കാട്ടിൽ ചെന്ന് അവരെ ശല്യം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അവർക്കിതിൽ പ്രത്യേക താല്പര്യമൊന്നുമില്ല. അപ്പോൾ കുടുംബജീവിതത്തിലോ രാജ്യത്തിലെ ജീവിതത്തിലോ സ്വത്തിലോ ധനത്തിലോ സമ്പത്തിലോ മറ്റ് കാമ്യവസ്തുക്കളിലോ താല്പര്യമില്ലാത്ത ആളുകൾ നിർമ്മിച്ചു വച്ചിരിക്കുന്നതാണ് ഈ ധർമ്മസംഹിത. അതുകൊണ്ട് ഓരോ വ്യക്തിക്കും അവർ പ്രത്യേകം നിശ്ചയിച്ചിരിക്കുന്ന സ്വധർമ്മ അനുഷ്ഠാനത്തിൻ്റെ സംഹിത എപ്പോഴും സമ്പൂർണ്ണമായിരിക്കും. കാരണം അവർക്കതിലൊരു ലാഭം അവരുദ്ദേശിച്ചിട്ടില്ല. അവർ അതിനകത്ത് ഈ പിന്നെ അത് ഉണ്ടാക്കുന്ന ദിവസങ്ങളിലൊക്കെ DA, ഞായറാഴ്ച ഒഴിച്ചുള്ള ദിവസങ്ങളിലൊക്കെ അവർക്ക് DA കിട്ടുമോ, DA എത്ര കിട്ടും, അതിനുവേണ്ടി അവരുടെ ഒരു സ്പെഷ്യൽ കമ്മിറ്റിയും ഓഫീസും വണ്ടിയും അതൊന്നുമില്ല. ഞായറാഴ്ചയും DA വേണമെന്ന് അതൊന്നുമില്ല. ഒരു കമണ്ടലിൽ നിന്ന് തൂക്കി പിടിച്ച്, അതിനകത്ത് പച്ചവെള്ളമാണ്, ഒരു കമണ്ടലിൽ നിന്ന് ചിലപ്പോൾ തുളസിയിൽ ഇട്ടിട്ടുണ്ടാകും, ഒരു കമണ്ടലിൽ നിന്ന് തൂക്കി പിടിച്ച് ഒരു വടിയും കക്ഷത്തി വെച്ച് നേരെ വരികയാണ്. എന്നാൽ അയ്യോ ഡിക്ഷണറി എടുത്തില്ലല്ലോ, അത് നിയമം നിർമ്മിക്കാണല്ലോ, പറ്റിയ വാക്കുകൾ കിട്ടണമല്ലോ, ഭരണഘടന വേണം, അത് വേണം. അപ്പോൾ പിന്നെ ഡിക്ഷണറിക്ക് ഒരാളെ രഥത്തിൽ പറഞ്ഞയച്ചു, ഡിക്ഷണറി കൊണ്ടുവന്നു. ഡിക്ഷണറി നോക്കിയപ്പോൾ പല അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതിലേത് വേണം. അപ്പോൾ വേറൊരു പണ്ഡിറ്റ്ജിയെ അതെ. ഇപ്പോൾ കാമിനി എന്നുള്ള വാക്കിൻ്റെ ആണ് അർത്ഥം കിട്ടേണ്ടത്. കാമിനി എടുത്തു നോക്കിയപ്പോൾ തന്നെ 5-6 അർത്ഥമുണ്ട്. എടുത്തിരിക്കുക 5-6 കാമിനി എന്നത് എടുത്തു നോക്കിയപ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇത്തിൽ കണ്ണി എന്നാണ്. ഓ, അതിനാകാം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അർത്ഥമായിട്ടാണ് എന്ത് വരുന്നത്, കാമമുള്ളവൾ എന്നുള്ള അർത്ഥം വരുന്നത്. അത് വിത്തൽ കണ്ണിയാണ്. പിന്നെ പൊതുവെ പരാതം എന്നുള്ള അർത്ഥത്തിലും പറയാം, പാരസൈറ്റ്, പരാതം എന്നുള്ള അർത്ഥത്തിലും പറയാം. അപ്പോൾ കുഴഞ്ഞു. അതിലേതാണ് ഇവിടെ വേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് തർക്കവും ബഹളവുമായി അങ്ങനെ ഉച്ചവരെയുള്ള സമയം തർക്കത്തിലും ബഹളത്തിലും പോയി. അപ്പോൾ ഇതൊന്നുമില്ല, ഡിക്ഷണറി അറിയാം. അപ്പോൾ ഒരാൾ അതിനെക്കുറിച്ച് മഹേശ്വര ടീകയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മഹേശ്വര ടീക, അതുകൊണ്ട് അതിന് മഹേശ്വര ടീക അവിടെ വേണ്ട, അത് തുറന്നു നോക്കുകയും വേണ്ട, അതങ്ങ് പറഞ്ഞു കൊടുക്കുക. ഈ തരത്തിലാണ് സാലിഗ്രാമ നിഘണ്ടു, വലിയ നിഘണ്ടുവാണ്.
ഈ ഔഷധങ്ങളുടെ ഗുണങ്ങളൊക്കെ കൂടി പറയുന്ന നിഘണ്ടുവാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഒരു വാക്ക് വന്നത്. അപ്പോൾ ഔഷധത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ശ്ലോകം ചൊല്ലി കേൾപ്പിച്ചു കൊടുത്തു, ഓർമ്മയിലുണ്ട്, ചൊല്ലി കേൾപ്പിച്ചു കൊടുത്തു. അത് തർക്കമില്ല അതിനെക്കുറിച്ച് ആർക്കും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ പോക്കിന് പോയി, ഈ നിയമസംഹിതയും നിർമ്മിച്ചു വെച്ചിട്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകമായ താല്പര്യമില്ലാതെ നിഷ്തൽപരമായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ധർമ്മസംഹിത. ആ ധർമ്മസംഹിത അനുസരിച്ച് മനുഷ്യൻ ജീവിച്ചോളാൻ പറഞ്ഞിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടല്ല, മനുഷ്യൻ്റെ സുഖകരമായ സഹവർത്തിത്വത്തിന് അത് അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അനുഗ്രഹദാതാക്കളായ മനുഷ്യന് ജീവിതസുഖം ഉണ്ടാകുന്നതിന് വേണ്ടി അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാന്മാരായ ത്യാഗികൾ എഴുതി വച്ചിരിക്കുന്നതാണ് ധർമ്മസംഹിത. അത് അനുഷ്ഠിക്കുകയേ വേണ്ടൂ. അതിൽ രാജാവിൻ്റെ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രജാധർമ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രജാധർമ്മം അനുഷ്ഠിക്കത്തക്ക വിധത്തിൽ ഇവരെ ഉയർത്തിക്കൊണ്ടുവരണം എന്ന് മഹർഷിമാർ പൃഥുവിനോട് പറഞ്ഞു.